നമസ്കാരം. അതിപുരാതനമായ യവന പൗരാണിക ശാസ്ത്രത്തിൽ ഒരു കഥാപാത്രമുണ്ട്, പ്രൊക്രാറ്റ്യൂസ്. പ്രൊക്രാറ്റ്യൂസ് ഒരു രാജാവാണ്. അതിഥി സൽക്കാരത്തിൽ ബഹുകേമനാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്ന ആളാണ് പ്രൊക്രാറ്റ്യൂസ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെത്തുന്ന എല്ലാ ആളുകളെയും വളരെ രാജകീയമായി അദ്ദേഹം സൽക്കരിക്കും. രാജകീയമായ വിശ്രമം എല്ലാം രാജകീയം. പക്ഷേ ഒരു കാര്യമുണ്ട്, എല്ലാ സൽക്കാരങ്ങളും സ്വീകരിച്ച ശേഷം തന്റെ കൊട്ടാരത്തിലുള്ള ഒരു കട്ടിലിൽ അതിഥികൾ വിശ്രമിക്കണം. വളരെ മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു കട്ടിൽ. ആ കട്ടിലിന്റെ ഒരു തലയ്ക്കൽ ഒരു വാളും മറുതലയ്ക്കൽ ഒരു വലിയ ചുറ്റികയും ക്രമീകരിച്ചിട്ടുണ്ട്. അതിഥി ആ കട്ടിലിൽ കിടക്കുമ്പോൾ അതിഥിക്ക് ആ കട്ടിലിനേക്കാൾ നീളം കൂടുതലാണ് ഉള്ളതെങ്കിൽ വാളെടുത്ത് അധികമുള്ള നീളം മുറിച്ചു കളയും. ഇനി അതിഥി കട്ടിലിനേക്കാൾ നീളം കുറഞ്ഞയാളാണെങ്കിൽ ഒരു വശത്ത് സൂക്ഷിച്ചിരിക്കുന്ന ചുറ്റിക എടുത്ത് അടിച്ച് നീട്ടി അദ്ദേഹത്തിന്റെ നീളം കട്ടിലിനൊപ്പമാക്കും. അതായത് അവിടെ വരുന്ന ഓരോ മനുഷ്യരും അദ്ദേഹത്തിന്റെ കട്ടിലിനൊപ്പമായിരിക്കണം എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ലോകത്തിലുള്ള എല്ലാ ആളുകളും തന്റെ കട്ടിലിനൊപ്പമായിരിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ബന്ധങ്ങളിലേക്ക് നാം നോക്കിയാൽ ഈ കഥയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളും വ്യത്യസ്തമായിട്ടുള്ള സാധ്യതകളും ഉൾക്കൊള്ളുന്ന വ്യത്യസ്തരായ വ്യക്തികൾ. അവരുടെ വ്യത്യസ്തതയിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുമ്പോഴാണ് ബന്ധങ്ങൾ ഏറ്റവും നന്നായി നിലനിർത്തുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഈ കഥ കേൾക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കുക, നാം ഒരു പ്രൊക്രാറ്റ്യൂസ് ആണോ? നമുക്ക് ചുറ്റുമുള്ള ബന്ധങ്ങളെ നമ്മളിലേക്ക് ഒതുക്കുവാൻ നാം ശ്രമിക്കാറുണ്ടോ? മറ്റൊരു വേള നാം കണ്ടിട്ടുള്ള നമ്മുടെ മറ്റു ബന്ധങ്ങൾ എങ്ങനെയാണ്? അങ്ങനെ ചിന്തിക്കുന്ന ബന്ധങ്ങളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ചിന്തകളിൽ ഒതുക്കുവാൻ ശ്രമിക്കാതെ ഓരോ വ്യക്തികളെയും അവരുടെ പ്രാധാന്യത്തോടും അവരുടെ സവിശേഷതയോടും കൂടി ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോഴാണ് നല്ല ബന്ധങ്ങൾ നിലനിർത്തി സാമൂഹ്യ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നത്. ഊഷ്മളമായ ബന്ധങ്ങൾ നിലനിർത്തി നമ്മുടെ പരിസരങ്ങൾ മനോഹരമാക്കുവാൻ, ഊഷ്മളമാക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.